Hello, hi. Welcome to another video of KAREEM Kochi. This is Ashik. ഈ വീഡിയോ ഞാൻ ഇതെല്ലാം ചെറിയ ഷോർട്ട് ക്ലിപ്സ് ആയിട്ടുള്ളതാണ്. ഇതെല്ലാം എൻ്റെ ഓൺ സൈറ്റ് ഏകദേശം ഫിനിഷ് ആയി കഴിയാൻ നേരത്ത് അത്യാവശ്യം ലൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവിടുത്തെ വീഡിയോ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു ഹോം ടൂർ എടുത്തു വെക്കാറുണ്ട്. അങ്ങനെ തിരുവല്ലയിലുള്ള ഒരു ഫ്ലാറ്റിൽ നിന്ന് എടുത്തു വെച്ചൊരു ഹോം ടൂറാണിത്. ഓണറിൻ്റെ പേര് ഷെബ. ഇവിടെ ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത് പെൻസിൽ പ്ലസ് ആണ്. ഞാൻ ഇവിടത്തേക്കുള്ള വിൻഡോ ബ്ലൈൻഡ്സ്, കർട്ടൻസ്, വാൾപേപ്പർ, മൊസ്കിറ്റോ പ്രൂഫിങ് അങ്ങനെയുള്ളത് മാത്രം അവരെ എനിക്ക് തരാറുണ്ട്. ഞാനിങ്ങനെ ഇൻറ്റീരിയേഴ്സിന് വേണ്ടിയിട്ടും ചെയ്തു കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോഴും അവർക്കൊക്കെ എല്ലാം വേണ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ചെറിയ കുറച്ച് കാര്യങ്ങൾ പറയാൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. ഫസ്റ്റ് തന്നെ ഈ കർട്ടൻ പറയാം. ഈ കർട്ടൻ സാധാരണ ഒരു റോഡല്ല, 2 കർട്ടൻ റോഡ് ആഡ് ചെയ്തോ. കാരണം 3.7 മീറ്റർ ഹൈറ്റുണ്ട്, വിഡ്ത്തുണ്ട്. ഹൈറ്റ് അത്ര ഇല്ല. സാധാരണ ഹൈറ്റ് കൂടുതലുണ്ടെങ്കിലാണ് എപ്പോഴും ഭംഗി ഉണ്ടാവുക. പക്ഷേ ഇത് നൈസ്ലി ഡൺ. കാരണം ആ മെറ്റീരിയൽ നല്ലതായിരുന്നു, ആ കളർ ചേരുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു ബോറായിട്ട് തോന്നാത്തത്. ഇപ്പോൾ ഈ കാണുന്ന ഫൊയറിലെ വാൾപേപ്പർ ഉണ്ടല്ലോ, ഇതും ഒരു ഗ്രേ ഫിനിഷാണ്. നിങ്ങൾ ഈ വീടൊന്ന് ശ്രദ്ധിച്ചോട്ടോ, ഒരുപാട് കളേഴ്സ് എങ്ങും യൂസ് ചെയ്തിട്ടില്ല. അല്ലാതെ തന്നെ ആ ഒരു വാം ആൻഡ് കോസി ഫീൽ കിട്ടിയിട്ടുണ്ട്. അവിടെ ചെയ്തിരിക്കുന്ന ഫൊയറിലത് ഒരു ഗ്രേ ഫിനിഷ് ടെക്സ്ചർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കണ്ട ആ TV യൂണിറ്റിൻ്റെ അവിടെ വാൾപേപ്പർ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ അത് കാണാത്ത ചെറിയൊരു ഡിസൈൻസാണ് അതിൽ പോയിരിക്കുന്നത്. ഈ വാളെല്ലാം ചെറിയ ഡിസൈൻസാണ് പോയിരിക്കുന്നത്. ശ്രദ്ധിച്ച് നോക്കണം. നേരിട്ട് ആ വീട്ടിൽ നിൽക്കാൻ നേരത്ത് കിട്ടുന്ന ഫീൽ വേറെ ഒന്ന് തന്നെയാണ്. ഈ ലൈറ്റൊക്കെ വന്നു കഴിയുമ്പോൾ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫീലാണ്. ആദ്യമായിട്ടാണ് ഞാനൊരു വാള് കംപ്ലീറ്റ് ആയിട്ട് കാട്ടും വെച്ച് മറക്കുന്നത്. അതിവിടെയാണ്. പക്ഷേ അത് ആ റൂമിന് ശരിക്കും ഹെൽപ്പായിട്ടുണ്ട്. ഒരു പ്രത്യേക ഫീല് തന്നെയാണ് കിട്ടുന്നത്. നടുക്ക് നമ്മൾ ഷിയർ ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷേ അത് കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഈ മുറിയിലാണെന്നുണ്ടെങ്കിൽ ഹെഡ് റെസ്റ്റ് വന്നേക്കുന്നതുകൊണ്ട് ഈ വിൻഡോ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അവിടെ കർട്ടൻ്റെ അതേ മെറ്റീരിയൽ വെച്ചിട്ട് തന്നെ ഒരു റോമൻ ബ്ലൈൻഡ് ചെയ്തു. ഈ മുറിയിൽ റോമൻ ബ്ലൈൻഡും കർട്ടനും വാൾപേപ്പറും ഒരേ പാറ്റേൺ ആണ്. ക്യാപ്പച്ചിനോ കളറിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഒരു ക്യാപ്പച്ചിനോയുടെ കളറാണ് കംപ്ലീറ്റ് വാർഡ്രോബ് എല്ലാം ഈ മുറിയിൽ. അതേ കളറിനേലും സിമിലർ ആയിട്ടുള്ള ഒരു വാൾപേപ്പറും കർട്ടനും കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇങ്ങനെ സിമിലർ കളേഴ്സ് ഒന്നിച്ചുപയോഗിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീല് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. നമ്മൾ ഒരുപാട് കളർ ചേഞ്ചുകൾ എപ്പോഴും നടത്തണം എന്നില്ല ഒരു റൂം ഇൻറ്റീരിയർ ചെയ്യാനായിട്ട്. ഇത് നമ്മൾ ആ നേരത്തെ കൊടുത്ത കർട്ടനിൽ കൊടുത്ത ഷിയറാണ്. പിന്നെ ഈ വാം ലൈറ്റ് കൊടുത്തപ്പോൾ ആ റോമന് വന്ന വ്യത്യാസം കാണുന്നുണ്ടല്ലോ. ലൈറ്റിങ് ശരിക്കും ഇൻറ്റീരിയറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലായിടത്തും ജിപ്സം ചെയ്യണമെന്ന് അല്ലെങ്കിൽ ഫോൾ സീലിംഗ് ചെയ്ത് അതിൽ ലൈറ്റ് കൊടുക്കണം എന്നല്ല. പക്ഷേ റൂമിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾക്ക് എപ്പോഴും എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് 1-2 ലൈറ്റ് തൂക്കിയിടുന്നത് എപ്പോഴും നല്ലതാണ്. ഞാനും എൻ്റെ വീട്ടിലാണെങ്കിൽ സീലിംഗിൽ നിന്ന് കുറച്ച് കണക്ഷൻ കൂടുതൽ കൊടുത്തിട്ടുണ്ട് നമുക്കിതുപോലുള്ള തൂക്കിയിടുന്ന ലൈറ്റുകൾ കൊടുക്കാനായിട്ട്. കർട്ടനിൽ ഒരുപാട് ടൈപ്പുകളുണ്ട്. അതിൽ തന്നെ ഐലറ്റിൽ ഇപ്പോൾ നന്നായിട്ട് വരുന്നതാണ്. കാരണം ആ കളറിന് ചേരുന്ന രീതിയിൽ വരുന്നതാണ് ആൻറ്റീക്ക് റോഡുകൾ കൊടുക്കുന്നത്. ആൻറ്റീക്ക് ഫിനിഷാണ് ഇവിടത്തേക്ക് കുറച്ചുകൂടി സൂട്ടബിൾ എന്നായതുകൊണ്ടാണ് സ്റ്റീലും വുഡനൊന്നും നമ്മൾ സെലക്ട് ചെയ്തിരുന്നത്. പിന്നെ എപ്പോഴും ഹൈറ്റ് ശ്രദ്ധിക്കുക. എപ്പോഴും മിനിമം സ്കേർട്ടിങ് വരെയെങ്കിലും കർട്ടന് ഹൈറ്റ് കൊടുക്കാൻ നോക്കുക. കർട്ടനൊക്കെ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയണമെന്നുണ്ട്. ഓരോരോ വീഡിയോയിൽ കുറേശ്ശെ പറയാം. ഇങ്ങനത്തെ ചെറിയ വീഡിയോകൾ ഇനി അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാം ഒന്ന് കാണുക. അപ്പോൾ വീണ്ടും കാണുന്നവരേക്കും